dear friends, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇനി നമ്മളൊരു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വളരെ രുചിയായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇതിൻ്റെ രുചി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ അധികമായിരിക്കും. നല്ല മസാല പൊതിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പട്ട് പോലുള്ളൊരു ചിക്കനാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതിയാകില്ല. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ബോണോട് കൂടിയ 600 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു കടായി എടുക്കാം. കടായി നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഇതിലോട്ടേക്ക് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളിയും 2 പീസ് ഇഞ്ചിയും പിന്നെ 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 10 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഈ റോസ്റ്റിന് അധികം മല്ലിപ്പൊടി വേണ്ട. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. പൊടികളെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഏകദേശം നമ്മൾ 1 മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 3-4 തണ്ട് കറിവേപ്പിലയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 1/2 കപ്പ് വെള്ളം കടായിൻ്റെ സൈഡിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ അതുപോലെ ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും നമ്മളൊന്ന് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് വേവിച്ചിട്ടുള്ള ചിക്കനാണിത്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലോട്ടേക്ക് നമുക്കിനി കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് കൂട്ടി കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 2-3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കൂടുതൽ ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി സമയം നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. ഇതിൻ്റെ രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എത്ര കഴിച്ചാലും മതിയാകില്ല. ഇതിൻ്റെ ചിക്കൻ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പട്ട് പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾക്കിത് എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ വീണ്ടും ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.